ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രിപ്പറേഷൻ അല്ലേ വളരെ സീരിയസ് ആയിട്ട് പോകേണ്ട ഒരു ടൈമാണിത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരുപാട് സൈലമിയൻസിനെ ഒരുപാട് ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെ അവരുടെ മെഡിക്കൽ കോളേജസിൽ പോയി കണ്ടു. അവരൊക്കെ ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ഇയർ MBBS ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവർ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് അവർ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴാണ് അവർ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, ഓരോ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴാണ് അവർ എന്തിലാണ് ലാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് അവർക്ക് മനസ്സിലായതെന്ന്. അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരണം തോന്നി. അവർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസും പിന്നെ നിങ്ങൾ പലരിൽ നിന്നും കേട്ട പല കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം നീറ്റ് ഒബ്ജക്റ്റീവ് പേപ്പറാണ്. നമ്മൾ എത്രയൊക്കെ തിയറി പഠിച്ചു പോയാലും നമ്മൾ MCQയിൽ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. അതാണ് നമുക്ക് നമ്മുടെ സ്കോർ വരുന്നത്. അപ്പോൾ മക്കൾ ഇപ്പോൾ പഠനം നല്ല സീരിയസ് മോഡിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബാച്ചിലുള്ള കുട്ടിയാണെങ്കിലും നിങ്ങൾ ഇനി അങ്ങോട്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എക്സസൈസസ് ഉണ്ട്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊരു ടൈമറൊക്കെ വെച്ച് ചെയ്ത് നോക്കുക. ഒരു എക്സാം ഇടുന്ന സീരിയസ്നെസ്സോട് തന്നെ ഓരോ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ നമ്മുടെ മോക്ക് എക്സാമുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് നീറ്റ് മോഡലിലുള്ള ഒരുപാട് എക്സാമുകൾ നടത്തുന്നുണ്ട്. എല്ലാ എക്സാമും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ടോപ്പേഴ്സ് സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് കേട്ടോ. അവർ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്താണെങ്കിലും നിർബന്ധമായിട്ട് അവർ പോയിട്ട് എല്ലാ എക്സാമുകളും എഴുതിയിരുന്നു. അപ്പോൾ നമ്മളിപ്പം എക്സാമിൽ കയറുമ്പം 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടുള്ളത്. അതായത് ഒന്ന്, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ അറിയാം. ചില ക്വസ്റ്റ്യൻസ് ബയോയിലൊന്നും നമുക്കത് സോൾവ് ചെയ്യാൻ സെക്കൻഡ്സ് പോലും വേണ്ടി വരാറില്ല. കാരണം നമ്മൾ നമ്മുടെ മോക്ക് എക്സാമുകളിലൊക്കെ ഒരുപാട് കണ്ടുപോയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ എല്ലാ ഓപ്ഷൻസ് പോലും നമുക്ക് വായിക്കേണ്ട ആവശ്യം വരാറില്ല, അത്ര കോൺഫിഡൻ്റ് ആയിരിക്കും. അത് തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കറിയാം നീറ്റ് എക്സാം 180 minutes ആണ്. സോ വി ഹാവ് ലൈക്ക് 1 minute per question എന്നുള്ളൊരു സ്കീമാണ്. പക്ഷേ ശരിക്കും 1 minute per question നമുക്ക് കിട്ടാറില്ല. കാരണം പേപ്പർ ഫില്ലിങ്ങിനൊക്കെ ഒരു 20 minutes പിന്നെയും പോവും, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു 160 minutes ഉണ്ടെന്ന് വിചാരിക്കുക. സ്റ്റിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ചിലപ്പോൾ 1 minute അല്ല, ചിലത് സോൾവ് ചെയ്യാൻ സെക്കൻഡ്സ് മതിയല്ലോ. പക്ഷെ ചിലത് സോൾവ് ചെയ്യാൻ 2-3 minute ഒക്കെ നമ്മൾ എടുക്കും അല്ലേ. ഇപ്പോൾ 2025 പോലെ ടഫായിട്ടുള്ള ഒരു പേപ്പറൊക്കെ ആണെങ്കിലോ നമ്മൾ ഫിസിക്സ് ഒക്കെ സോൾവ് ചെയ്യാൻ കൂടുതൽ സമയവും, ചിലപ്പോൾ ബയോളജിയിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനും പറ്റും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ എത്ര വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറ്റുന്നോ അത്രയും ചെയ്യുക. കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇതാക്കേണ്ട ആവശ്യമില്ല, വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ പറയുന്നത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിൽ ഉണ്ടാവും. ഒന്ന്, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. രണ്ടാമത്തത്, നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, ഒരു രീതിയിൽ നമുക്ക് ആൻസർ കിട്ടുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വൺ ഇൻ വിച്ച് യു ആർ കൺഫ്യൂസ്ഡ്, അല്ലേ, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പോൾ നമ്മളിത് എവിടെയോ കണ്ടിട്ടുണ്ട്, 2 ഓപ്ഷൻസ് തമ്മിൽ 3 ഓപ്ഷൻസ് തമ്മിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനാണ്, ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്മാർട്ട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയാം, ഒരു ഓർമ്മയും കിട്ടുന്നില്ലെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് സമയം കളയാണ്ടിരിക്കുക. നമുക്ക് ഉടനെ തന്നെ നമുക്ക് അറിയുന്ന മറ്റു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പിന്നീട് അതിലേക്ക് വരാനുള്ള രീതിയിൽ നിൽക്കാം. അത് നിങ്ങൾ ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ബ്രെയിനിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് അറിയില്ലല്ലോ എന്നുള്ള സ്ട്രെസ് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയി പോകും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ചെയ്യാണ്ടിരിക്കാം. പിന്നീട് നമുക്ക് തിരിച്ചു വന്നിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് സാവധാനം വായിച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. അതൊരു കാര്യം. പിന്നെ ഒരു ബ്രെയിൻ സിഗ്നൽ ടെക്നിക് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മൾ നമ്മുടെ ബ്രെയിനെ ഓർമ്മിപ്പിച്ചെടുക്കുകയാണ്, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളിപ്പം നമ്മുടെ എക്സാംസ് ഒക്കെ എഴുതി പോകുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ 10,000ഓളം 10,000ഓളം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ എല്ലാ എക്സാമുകളും വഴി എഴുതി എക്സാം ഹാളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ രീതിയിലും NCERTയിൽ നമ്മുടെ എൻറ്റയർ സിലബസിലും എല്ലാ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ അതെങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കും? നമ്മൾ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ ആദ്യം എന്താ ആലോചിക്കുക, ആ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നതെന്ന് ആലോചിക്കും. അതിനുശേഷം ആ ചാപ്റ്ററിലെ ഏത് സബ് ടോപ്പിക്കിൽ നിന്നാണ് ഇത് വന്നത്, ആ സബ് ടോപ്പിക്കിൽ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്. നമ്മൾ ചാപ്റ്റർ ആലോചിക്കുമ്പോൾ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ആലോചിക്കും. സബ് ടോപ്പിക് ആലോചിക്കുമ്പോൾ ആ സബ് ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമ്മൾ ആലോചിക്കും. നമ്മൾ എന്താണെങ്കിലും സിലബസ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഓർമ്മ കിട്ടും, നമ്മളൊക്കെ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ അതുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സബ് ടോപ്പിക് ആലോചിക്കുമ്പോൾ ആ സബ് ടോപ്പിക്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആലോചിച്ച് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു ക്ലൂ കിട്ടും. ദാറ്റ് യുവർ ബ്രെയിൻ വിൽ ബ്രിങ് ബാക്ക് ദാറ്റ് മെമ്മറി ആൻഡ് ഇറ്റ് വിൽ ടെൽ യു ദാറ്റ് വാട്ട് ഷുഡ് ബി ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ, എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും.
സോ അതായത് നിങ്ങൾ ഓൾറെഡി ആ ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റനോ അല്ലെങ്കിൽ ആ സബ് ടോപ്പിക്കിലുള്ള ഏതെങ്കിലും ഒരു സിമിലർ ക്വസ്റ്റനോ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. 100% യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പം നിങ്ങൾ ഇനി ഒട്ടും കിട്ടുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ആ ക്വസ്റ്റ്യനിൽ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാപ്റ്റർ ആലോചിക്കുക, ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ളത് ആലോചിക്കുക, അതിലെ സബ് ടോപ്പിക് ആലോചിക്കുക, സബ് ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ആലോചിക്കുക. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ സൊല്യൂഷനിലേക്ക് വരാം. പിന്നെ നമ്മളിപ്പം ബയോളജിയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അസേർഷൻ റീസൺ എപ്പോഴും നമുക്ക് സംശയമാണ്, ചിലർക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷനാണ് ഇത് ആൻസർ ചെയ്യാൻ. കുറച്ച് കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അസേർഷൻ റീസൺ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അസേർഷനും റീസണിൻ്റെ തമ്മിലുള്ള കണക്ഷൻ. ചിലത് NCERT നന്നായിട്ട് വായിച്ചവർക്കാണെങ്കിൽ NCERT ലൈൻസ് ആയിരിക്കും ഡയറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു പാരഗ്രാഫിലെ NCERTയിലെ 2 ലൈൻസ് ആയിരിക്കും. അപ്പം അവർ തമ്മിൽ ഇപ്പം അസേർഷൻ കഴിഞ്ഞിട്ട് ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീസൺ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. ഇത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞു നോക്കുക. അതായത് ഇംഗ്ലീഷിൽ നമ്മളത് വായിച്ചു, അസേർഷൻ ബിക്കോസ് ദിസ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു, പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇത് കാരണമാണോ ഇത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. പിന്നെ 80% ഓഫ് ദ ടൈം മോസ്റ്റ്ലി അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ ആണ് വരാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ നീറ്റിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NCERT ലൈൻസ് ആണ് മോസ്റ്റ്ലി ഡയറക്റ്റ് ആയിട്ട് അസേർഷൻ റീസണിൽ ബയോളജിയിൽ ഇടാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഓപ്ഷൻ 2 ആയിരിക്കും. കാരണം 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്, ഒന്ന് മറ്റൊന്നിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഇവരെ തമ്മിൽ എപ്പോഴും കണക്ട് ചെയ്യാൻ നമ്മൾ ബിക്കോസ് ഓർ നോട്ട് ബിക്കോസ് ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ അസേർഷൻ ചിലപ്പോൾ വലിയ സെൻറ്റൻസ് ഒക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൽ ചെറിയ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ അത് വായിച്ചു പോകുമ്പോൾ നമ്മൾ ചിലപ്പോഴും അത് നമ്മളത് ശ്രദ്ധിക്കാണ്ട് അങ്ങനെയാണ് നമുക്ക് ആൻസർ തെറ്റിപ്പോകുന്നത്. അപ്പോൾ വലിയ പാരഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക ദർ വിൽ ബി സംതിങ് വെരി മൈന്യൂട്ട് ദാറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് എ മിസ്റ്റേക്ക് ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്ക്. അത് ചിലപ്പോൾ നമുക്ക് ഒറ്റ റീഡിങ്ങിൽ കിട്ടൂല. അപ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരുമ്പോൾ മാക്സിമം ഒരു 3-4 ടൈംസ് എങ്കിലും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. പിന്നെ ചില അസേർഷൻ റീസൺ വളരെ സിമ്പിൾ ആയിരിക്കും, അത് നമുക്ക് ഒരുപാട് പ്രാവശ്യമൊന്നും വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ 2 കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുക. ഒന്ന്, ഇഫ് ഈസ് ദ റീസൺ ജസ്റ്റിഫൈങ് ദി അസേർഷൻ, അതായത് റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, കാരണമാണോ റീസണിൽ എഴുതിയിട്ടുള്ളത്, നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. ഇഫ് ദാറ്റ് മേക്സ് സെൻസ് ടു യു ദെൻ യു വിൽ ഗെറ്റ് യുവർ ആൻസർ. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ MCQ സോൾവ് ചെയ്യുന്നതിൽ. ഇനിയും ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത് ഷോർട്ട് കട്ട്സിലേക്ക് പോകാണ്ടിരിക്കുക. കാരണം നമ്മൾക്കിപ്പോൾ ഒരുപാട് സ്റ്റഡി ഹാക്സും എങ്ങനെ MCQ സോൾവ് ചെയ്യുക അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം നിങ്ങളെ നിങ്ങളുടെ കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കണം എന്നില്ല. അപ്പോൾ കറക്റ്റ് മെത്തേഡ്സ് ഫോളോ ചെയ്യുക. ഏറ്റവും നല്ലത് നന്നായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതുവഴി നിങ്ങളുടെ സൊല്യൂഷൻസ് കണ്ടെത്തുക. പിന്നെ ഷോർട്ട് കട്ട്സിലൂടെ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ കോൺസെപ്റ്റ് ഇൻ ഡെപ്ത് മനസ്സിലാക്കി കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തരിക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ തരാം. അപ്പോൾ ഈ ടിപ്സൊക്കെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ മോക്ക് എക്സാമുകളൊക്കെ എഴുതുക. ഗുഡ് ലക്ക്.